ഇന്ന് കോട്ടയത്ത് ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. അയർക്കുന്നം സ്വദേശിയായ ജിൻഡോ മാത്യു ആണ് മരിച്ചത്. ഷിനോജ് ജസ്റ്റി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, എന്താണ് സംഭവിച്ചത്? ആര്യ, വീടിന് മുൻപിലെ വെള്ളക്കെട്ടിൽ വീണാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. അയർക്കുന്ന സ്വദേശിയായിട്ടുള്ള ജിൻഡോ മാത്യു ആണ് മരിച്ചിരിക്കുന്നത്. 43 വയസ്സാണ് പ്രായം. വീടിന് മുൻപിലുള്ള ഈ വെള്ളക്കെട്ടിൽ ഈ ജിൻഡോ വീഴുകയായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഒഴുക്കിൽപ്പെട്ട സമയത്ത് തന്നെ ഉടൻ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ചാടി രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി. പക്ഷേ അതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ മൃതദേഹം മണർകാട് ആശുപത്രിയിൽ ആണ് മാറ്റിയിരിക്കുന്നത്. സംസ്കാരം നാളെ ഉണ്ടാകുമെന്നാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിനോജ് നിൽക്കുന്ന ഈ സ്ഥലം ഏതാണ്? അത് അവിടെ ഷിനോജിന് പുറകിലൊക്കെ ആളുകൾ നടന്നു വരുന്നുണ്ട്. മുട്ടറ്റം വെള്ളത്തിലാണ് നിൽക്കുന്നത്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ലേ മഴ മാറിയിട്ടും? മഴ മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദുരിതം മാറിയിട്ടില്ല. കാരണം ഇന്നലെയൊക്കെ തന്നെ പാലായിലൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉരുള് പൊട്ടി എത്തിയ വെള്ളം, ആ വെള്ളമൊക്കെ തന്നെ മീനച്ചിലാറിലൂടെയും മണിമലയാറിലൂടെയും ഒക്കെ തന്നെ ഈ വന്നെത്തുന്നത് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തനങ്ങാടിയിലാണ്, പടിഞ്ഞാറൻ മേഖലയാണ്. ഇവിടെയൊക്കെ തന്നെ പല ആളുകളെയും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ജലനിരപ്പൊക്കെ തന്നെ കൂടിക്കൂടി വരുന്നൊരു അവസ്ഥ കൂടിയാണ്. കാരണം ഇന്നലെയൊക്കെ തന്നെ അതിശക്തമായ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. 2018 ഇത്രത്തെ വെള്ളം ഉണ്ടായിരുന്നോ? ഉണ്ട്, ഇത് കൂടുതലുണ്ടായിരുന്നു. ഈ വെള്ളം ഇത് വീട്ടിനകത്ത് വരെ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എപ്പോൾ കയറുമെന്നുള്ളൊരു വിഷമത്തിൽ പേടി നിൽക്കുവാണ്. ക്യാമ്പിലേക്ക് മാറുന്നുണ്ടോ? ക്യാമ്പിൽ പുറകിൽ വെച്ച് പൊക്കി കെട്ടിയിട്ടുള്ളതുകൊണ്ട് തൽക്കാലം പിന്നെ വലിയ വെള്ളം വന്നാൽ പറയാൻ പറ്റുമല്ലോ. അതാണ് എൻ്റെ സിറ്റുവേഷൻ. ഇത്രയും കയറിയപ്പോഴാണ് രാത്രിയാണ്? ഇന്നലെ രാത്രി കൊണ്ടാണ് ഇത്രയും കയറിയത്. ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നല്ലോ. അത് അങ്ങോട്ടുള്ള വീടുകളൊക്കെ തന്നെ ആളുകൾ മാറി തുടങ്ങിയോട്ടോ? ഏകദേശമൊക്കെ മാറി തുടങ്ങി. പിന്നെ ഈടപ്പെടുന്ന വീടുകളിൽ മാത്രമുള്ള ആൾക്കാരുള്ളൂ. അവർ പൊക്കി പണിതിട്ടുള്ളതുകൊണ്ട് താഴ്ന്ന നിലയിലുള്ള വീട്ടുകാരും മിക്കവാറും ക്യാമ്പിലോട്ടും അല്ല ബന്ധു വീട്ടുകളിലൊക്കെയായിട്ടുള്ള മാറിയിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം. അവിടെ ഒരു വീട് ഇടിഞ്ഞു പോയിട്ടുണ്ട് റോയുടെ. എവിടെയാ? ഇതിൻ്റെ മൂന്നാമത്തെ വീട്. ഇതിന് തൊട്ട് ഇതിനപ്പുറത്തൊരു മൂന്നാമത്തെ വീട്. മൂന്നാമത്തെ വീട് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഈ മഴയത്ത് ഇടിഞ്ഞു പോയി എന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലേ? ഇന്നലെ വൈകിട്ട്. പുറകില് ഒരു 6 അല്ലേ? 6. അതിലെ വെള്ളമാണോ? ശരി.